മുൻ കേന്ദ്രമന്ത്രി ശ്രീ അൽഫോൺസ് കണ്ണന്താനം നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഈ സന്ദേശ് ഖാലിയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. മമതാ സർക്കാരിൻ്റെ ഒത്താശയോടെ ഒരു ഗുണ്ടാരാജ് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു മാഫിയ തന്നെ അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ രേഖാ ശർമ്മ അവിടത്തേക്ക് പോകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രത്യാശയോടെ തന്നെയാണ് അവിടുത്തെ സാധാരണക്കാരായ സ്ത്രീകൾ, വനിതകൾ, കുട്ടികളടക്കം അവരുടെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. അവിടുത്തെ സന്ദേശ് ഖാലിയിലെ ഒരു സാഹചര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു താങ്കൾ? സംഭവിച്ച ഉടനെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ ആനന്ദ് ബോസ് സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു അവിടെ നടക്കുന്ന ഒരു ഭീകരമായ ഒരു സിറ്റുവേഷനാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ TMCയുടെ കുറച്ച് ഗുണ്ടകളെ അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ഷെയ്ഖ് എന്ന് പറഞ്ഞ ആള് അവിടുത്തെ ഏരിയ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആൾ, അയാളെ അങ്ങ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു സൈഡ് കിക്ക് ഒരാൾ കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. അപ്പോൾ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. അവിടെ ക്രമസമാധാനം നിലനിർത്താനോ ജനങ്ങളുടെ പരാതി കേൾക്കാനോ ഒന്നും വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി തയ്യാറാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് നടപടിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ഷെയ്ഖിനെയാണ് തോന്നുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സിറ്റുവേഷൻ വളരെ മോശമാണ്. കാരണം മമതാ ബാനർജി തന്നെ അധികാരത്തിൽ വന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ, അവിടുത്തെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടായുസത്തിനെതിരെയൊക്കെ റാലികളൊക്കെ സംഘടിപ്പിച്ചാണ് മമതാ ബാനർജി തന്നെ അധികാരത്തിൽ വന്നത്. അങ്ങനെ ഒരാള് ഇങ്ങനെ ഇതിന് സമ്മതിക്കുന്നു, ഒരു ഗുണ്ടാരാജ് അവിടെ നടപ്പാക്കുന്നതിന് സമ്മതിക്കുന്നതൊക്കെ വലിയ ഷോക്കാണ്. എന്തുകൊണ്ട് അവർ നടപടി എടുക്കുന്നില്ല നമുക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇതാണ് വെസ്റ്റ് ബംഗാളിൽ പലയിടത്തെയും സ്ഥിതി ഇത് തന്നെയാണ്. ഇപ്പൊ വർഷങ്ങളായിട്ട് തന്നെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ ക്രമസമാധാനം തകർന്നിരിക്കുകയാണ്. അൽഫോൺസ് കണ്ണന്താനം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കാലങ്ങളായി ഈ ബംഗാളിൻ്റെ സ്ഥിതിവിശേഷം അങ്ങനെ തന്നെയാണ്. ഈ മമതാ സർക്കാർ അധികാരം നിലനിർത്താനും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനും ഇത്തരത്തിലുള്ള മതന്യൂനപക്ഷ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ആവർത്തിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ സാധാരണക്കാരായ ജനങ്ങളടക്കം അസഹിഷ്ണുരാണ്. അതുകൊണ്ട് തന്നെ ഒരു അധികാരത്തിൻ്റെ മാറ്റം തീർച്ചയായും അവിടെ പ്രകടമാണ്. ആ പ്രകടമാകുന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ കൂടി മമതാ സർക്കാരിന്റെ ഭാഗത്തിനും ഉണ്ടാകുന്നുണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനം ഇപ്പൊ ഉത്തർപ്രദേശിനെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ വലിയ മഫിയകൾ ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ ക്രമസമാധാനം എല്ലാം നല്ല നിലയിലാണ്. എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാ കമ്മ്യൂണിറ്റിയും മൈനോറിറ്റി അവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. കാരണം അവിടുത്തെ മഫിയായ ഗുണ്ടകളെല്ലാം അടിച്ചമർത്തി യോഗി ആദിത്യനാഥ്, മോദി സർക്കാരിന്റെ കീഴിൽ ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് വളരെ വളരെ ഫലപ്രദമായ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇവരെ ആവശ്യമായിരിക്കാം, ഈ ഗുണ്ടാകളെയും മഫിയകളെയും ഒക്കെ മമതാ ബാനർജി ആവശ്യമായിരിക്കാം. അതുകൊണ്ടായിരിക്കും നടപടി എടുക്കാത്തത്. ഏതായാലും ഇത് ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല. വളരെയധികം നന്ദി ശ്രീ അൽഫോൺസ് കണ്ണന്താനം, ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന് വീണ്ടും.